യേശുമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചന വിചിന്തനം നമുക്ക് സശ്രദ്ധം ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 1 വാക്യങ്ങൾ 39 മുതൽ 45 വരെ. ഈ സുവിശേഷ ഭാഗം മറിയത്തിൻ്റെയും എലിസബത്തിൻ്റെയും സന്ദർശനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നാം സശ്രദ്ധം ശ്രവിക്കേണ്ടിയിരിക്കുന്നു. മംഗളവാർത്ത ഗബ്രിയേൽ ദൈവദൂതൻ ശ്രവിച്ച മറിയം പൂർണ്ണ സമർപ്പണത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി, അതെ എന്ന് ഉത്തരമരുളി. തുടർന്ന് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് തിടുക്കത്തിൽ പോകുന്നു. ഇവിടെ മറിയം ദൈവത്തിൻ്റെ വിളിയോടും അവിടുത്തെ പദ്ധതിയോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നു. മറിയത്തിൻ്റെ തിടുക്കത്തിലുള്ള യാത്ര സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുന്നതിനുമായിരുന്നു. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആഹ്വാനം, നിസ്വാർത്ഥ സേവനം. ഇവിടെ മറിയത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ഇപ്രകാരം വ്യാഖ്യാനിക്കാവുന്നതാണ്: ദൈവത്തിൻ്റെ വിളിയോട് ഉടൻ പ്രതികരിച്ചുകൊണ്ട് സേവന മനോഭാവത്തോടെ ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകുക. വാക്യം 40. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ ഈ അഭിവാദനത്തിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തി തെളിഞ്ഞു കാണുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തെളിവാണ് ഈ അഭിവാദനം. മറ്റു സഹോദരങ്ങളോട് പ്രീതി പ്രകടിപ്പിക്കുന്നത്, കരുതുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. മറിയത്തിൻ്റെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. ദൈവിക സാന്നിധ്യം അപരനിൽ കൃപയുടെ നിറവ് സമ്മാനിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപ മറ്റുള്ളവർക്ക് പകരുവാൻ നാം ബദ്ധശ്രദ്ധരാകണമെന്ന ആഹ്വാനം ഇതിൽ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ശാന്തിയും അനുഗ്രഹവും നൽകുന്നു. മറിയം എലിസബത്തിനെ സന്ദർശിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചവരായ നമ്മൾ മറ്റുള്ളവരോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കിടുകയും സ്വന്തം വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യണം. ദൈവകൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ മറികടക്കുക. എലിസബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതാണ്. മനുഷ്യ സംഭാവനകൾക്ക് മീതെ ദൈവത്തിൻ്റെ കൃപ നിറയപ്പെടുന്നു. ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്നാൽ എല്ലാ അസാധ്യമായവയും പരിഹരിക്കപ്പെടും. ഈ വചനഭാഗം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കുകയും ദൈവിക സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം, എലിസബത്ത് ഉദ്ഘോഷിക്കുന്നു. മറിയം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയും കൃപയിലൂടെയും അനുഗ്രഹീതയായ വ്യക്തിയാണ്. എലിസബത്ത് ഈ സത്യത്തെ അംഗീകരിക്കുകയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾ ഓർത്ത് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. വചനം 1:43 ഇപ്രകാരമാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? എലിസബത്തിൻ്റെ ഈ വാക്കുകൾ ആത്മീയമായ ദൈവിക തിരിച്ചറിവിൻ്റെയും വിനയത്തിൻ്റെയും ഉദാഹരണമാണ്. ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എലിസബത്ത് മറിയത്തിൻ്റെ സന്ദർശനത്തെ ഭാഗ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിലെ ദൈവിക ഇടപെടലുകൾ ഭാഗ്യം എന്നോണം തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. വചനം 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസം ദൈവിക അനുഗ്രഹങ്ങൾ നേടാനുള്ള വഴിയാണ്. മറിയം തൻ്റെ ജീവിതത്തിൽ ദൈവം ആവിഷ്കരിച്ച മഹത്തായ കാര്യങ്ങൾ അസാധാരണമായിരുന്നിട്ട് പോലും അത് പൂർത്തിയാകുമെന്ന് വിശ്വസിച്ചു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് എലിസബത്ത് ഇവിടെ പറയാതെ തന്നെ പറയുന്നു. മറിയത്തിൻ്റെ ദൃഢവിശ്വാസം അവളെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളിയാക്കി. ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസവും ആത്മാർത്ഥമായ അനുസരണത്തിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ പങ്കുകാരാകാം. ദൈവിക വാഗ്ദാനങ്ങളോട് പൊരുത്തപ്പെടാൻ നാം തുറവിയുള്ളവരാകണം. വിശ്വസിച്ച് നമുക്കും അനുഗ്രഹത്തിൻ്റെ പാത്രമായി മാറാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും
ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും 1000 ആശംസകൾ. നക്ഷത്രങ്ങൾ